അപ്പൊ അത് ഞാൻ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നുമില്ല. സോറി, എന്റെ അറിവില്ലായ്മ. സോറി, മൈ മിസ്റ്റേക്ക്. സോറി ഉസ്താദ്, റിയലി സോറി, ഐ എം റിയലി സോറി. കുറെ തിന്മകൾക്കിടയിൽ ഒരാൾ ഒരു നന്മയെങ്കിലും ചെയ്ത് തന്റെ സ്വഭാവത്തിൽ ആ ഹറാമിൽ നിന്ന് ഒരു നന്മയെങ്കിലും ചെയ്ത് അതൊന്ന് ശരിയാക്കാൻ നോക്കുമ്പോ നമുക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കാൻ ഇത്ര മനസ്സില്ല? അൽഹംദുലില്ലാ, വീഡിയോ കണ്ട സമയത്ത് ഒത്തിരി സന്തോഷം സങ്കടം ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്നേ പറയാനുള്ളൂ, നാളിതുവരെ എന്റെ മതത്തെ കുറ്റം പറയുകയോ തള്ളി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. മരിക്കുന്നതിന് മുൻപായിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരാളും മാറില്ല എന്ന നിങ്ങളുടെ ചിന്താഗതികളെ ആദ്യം നിങ്ങൾ മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പോലെ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും പടച്ചിട്ടുള്ളത്. ആർക്കും എപ്പോ വേണമെങ്കിലും ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു തആല നൽകാം. അതെപ്പോഴാ നമുക്കറിയില്ല. ഇയാള് നരകത്തില, ഇയാള് സ്വർഗത്തില, ഞാൻ സ്വർഗത്തില, ഞാൻ 5 നേരം നിസ്കാരമുള്ളവനാ, ഇത് പറയാൻ ആർക്കാണ് അവകാശം? അള്ളാഹു മരണശേഷം അവന്റെ വിധിയിലൂടെയല്ലാതെ ഇന്നാള് സ്വർഗത്തിൽ ഇന്നാള് നരകത്തിലാന്ന് പറയാൻ കഴിയോ? ഒരാൾ വലിയ തിന്മകൾ മാത്രം ചെയ്യുന്നു, അയാള് നരകത്തിലാന്ന് പറയാൻ നമുക്കെന്ത് അവകാശമാണുള്ളത്? നാളെ മരണമാസന്നമാകുന്ന സമയത്ത് ചിലപ്പോൾ അള്ളാഹു അദ്ദേഹത്തെയും മാറ്റിക്കൂടെയോ? വ്യഭിചാരിയായ പെണ്ണിന് ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ കടത്തിയ റബ്ബാണ്. അതുപോലെ ഇബാദത്ത് ചെയ്ത ഒരു പെണ്ണിനെ, ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കൊന്നതിന് നരകത്തിലാക്കിയ പടച്ചോനുമാണ്. അതുകൊണ്ട് നമുക്ക് ആരെ പറ്റിയും വിധി പറയാനാവില്ല. നാദർ എന്ന സഹോദരിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, ആ സഹോദരി എന്നെ അനുകൂലിച്ച് അവരും ഒരു വീഡിയോ ചെയ്തു. അവർ പറയുന്നത്, ഞാൻ ഇതുവരെ ഇസ്ലാമിനെ പറ്റി ഒന്നും തെറ്റായി പറഞ്ഞിട്ടില്ല, എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണം, ഇത് പോരെ. അള്ളാഹുടെ ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മരണം ആഗ്രഹിക്കുന്നെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴിയും അള്ളാഹ് തുറന്നുവരും. അതിന് നമ്മൾ ബേജാറാകണ്ട, അള്ളാഹു അവർക്കുള്ള മാർഗം തുറക്കും. ഞാൻ നമ്മളെല്ലാം വിമർശിക്കുന്ന തൊപ്പിക്കഥ ഒരു വീഡിയോ ചെയ്തു. ഞാൻ വിചാരിച്ചു അദ്ദേഹം അതിനെ മോശമായി കാണുമെന്ന്. അങ്ങനെയല്ല, അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു. എന്നോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹം വീഡിയോ ചെയ്തു. തൊപ്പിയും അള്ളാഹു തആല പരിഗണനപ്പെട്ട ആൾക്കാരല്ലേ? അല്ലെങ്കിൽ ആ നന്മ കേട്ടപ്പോ അദ്ദേഹത്തിന് എങ്ങനെ മാറാൻ തോന്നി? എന്നാൽ നമ്മളെ പറ്റി ഞാനൊന്ന് ചോദിക്കുകയാണ്, ഞാൻ അടക്കമുള്ളവർ. ഒരാൾ നമ്മളെ വിമർശിച്ചാൽ നമ്മളെങ്ങനെയാ? നമ്മളിങ്ങനെ എങ്ങനെങ്കിലും അതിനെതിരെ പറഞ്ഞ് വിമർശിച്ചവനെ പ്രതിയാക്കുന്ന രൂപത്തിൽ നമ്മളാക്കൂലേ? ആരെങ്കിലും ഒരു നന്മ പറഞ്ഞെന്നാ നിങ്ങൾ ഉൾക്കൊള്ളുവോ? നിങ്ങൾ ഒരു തെറ്റിനൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ അത് പരിഗണിക്കോ? നിങ്ങൾ ന്യായീകരണത്തിന്റെ വാദങ്ങൾ നിരത്തുകയില്ലേ? എന്നാൽ ഈ പറയപ്പെട്ട തെറ്റാണെന്ന് പറഞ്ഞ ഈ 2 കൂട്ടരും എന്റെ വീഡിയോ ഒരു വാക്ക് കൊണ്ടുപോലും അവർ വിമർശിച്ചില്ല, അതിനെ സ്വാഗതം ചെയ്തു. ആ തെറ്റാണെന്ന് കണ്ട് തിരുത്താൻ മനസ്സ് കാണിച്ചു. പറയൂ, നമ്മളോ ഇവരാണോ ഭേദം? അള്ളാഹുവെ, മാറാൻ കാണിച്ച മനസ്സിന് അവരെയും ഞങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. എന്റെ വീഡിയോ കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ദേ ഈ 2 കൂട്ടർ എനിക്ക് നൽകിയ സ്നേഹത്തിന്റെ മറുപടിയാണ്. ഇതാണ് പരിശുദ്ധത.